ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഫോർത്ത് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഈ സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഫോർത്ത് മോഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിൻലി ഫങ്ഷൻസിനെ പറ്റിയാണ്. വേറെയും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട് എങ്കിലും മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതാണ് നമ്മുടെ ഫോർത്ത് മോഡ്യൂളിൻ്റെ സിലബസ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ബേസിക്കലി നമ്മൾ കമ്പാരിറ്റീവ്ലി സെക്കൻഡ് മോഡ്യൂളും തേർഡ് മോഡ്യൂളും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫോർത്ത് മോഡ്യൂൾ എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ പോർഷൻസ് പഠിക്കാൻ. മാത്രമല്ല നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും. കാരണം സെക്കൻഡ് മോഡ്യൂളിലും തേർഡ് മോഡ്യൂളിലും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സി പ്രോഗ്രാമിങ്ങിൻ്റെ പഠിച്ചു. സി പ്രോഗ്രാമിൻ്റെ ബേസ് പഠിച്ചു. വേരിയബിൾസും കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സും പിന്നെ അറേസും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന പോർഷൻസ് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ ഫോർത്ത് മോഡ്യൂൾ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ആൾറെഡി കണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് കൂടുതലും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ പഠിക്കും. ഇപ്പോൾ ബേസിക്കലി ഫോർത്ത് മോഡ്യൂൾ കുറച്ചേ ഉള്ളൂ എന്ന് പറയാം. പക്ഷേ ഈ ഫങ്ഷൻസ് എന്ന് പറയുന്ന ആ പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സി പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചറായിട്ട് തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് ഈ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫങ്ഷൻസും ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഫോർത്ത് മോഡ്യൂളിൽ പഠിക്കുന്നത്. ആദ്യം നമുക്ക് എന്താണ് ഫങ്ഷൻസ് എന്ന് കാണാം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് തിയറിറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു 3-4 വീഡിയോസിൽ തിയറി ആയിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബേസിക്കലി. അത് കഴിഞ്ഞിട്ടേ പ്രോഗ്രാംസ് ആക്ച്വലി ഈ മോഡ്യൂളിന് പ്രത്യേകം പ്രോഗ്രാംസ് എന്ന രീതിയിൽ പഠിക്കാനൊന്നുമില്ല. മുമ്പ് പഠിച്ച പ്രോഗ്രാംസ് തന്നെയാണ് നമ്മൾ ഈ മോഡ്യൂളിലും ചെയ്ത് നോക്കുന്നത്. ആദ്യം എന്താണ് ഫങ്ഷൻസ് എന്ന് നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ആദ്യം എന്താണ് ഫങ്ഷൻസ്? ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ടു ദ പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. അതായത് എന്തെങ്കിലും ഒരു പ്രോസസ്സിന് വേണ്ടിയോ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാനോ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. എ ഫംഗ്ഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ടു ദ പെർഫോം എ ടാസ്ക്. എന്തെങ്കിലും ടാസ്കിന് വേണ്ടിയോ എന്തെങ്കിലും റിസൾട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യാനായിട്ടോ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പഠിച്ച സി പ്രോഗ്രാമിൽ ഇതുവരെ പഠിച്ച പ്രോഗ്രാംസിലെല്ലാം ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തായിരുന്നു. കാരണം എല്ലാ സി പ്രോഗ്രാമിലും അറ്റ്ലീസ്റ്റ് ഒരു ഫംഗ്ഷനെങ്കിലും ഉപയോഗിക്കണം എന്നാണ് റൂൾ. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ പ്രോഗ്രാമിലും മെയിൻ ഫംഗ്ഷൻ യൂസ് ചെയ്തായിരുന്നു. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഇപ്പോൾ ഈ പ്രോഗ്രാമിംഗ് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു ഈ മെയിൻ എന്ന് പറയുന്നത് അതൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ ഈ മെയിൻ എന്ന് പറയുന്ന ആ വേർഡ് നമ്മൾ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. ആ ഫംഗ്ഷൻ നമ്മൾ എല്ലാ പ്രോഗ്രാമിലും യൂസ് ചെയ്തു. അപ്പം അത് തന്നെയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എല്ലാ പ്രോഗ്രാമിലും വേണം എന്നാണ് റൂൾ. അതായത് എല്ലാ പ്രോഗ്രാമിലും നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫംഗ്ഷൻസിനെ ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസും രണ്ടാമത്തത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. ഈ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലും തേർഡ് മോഡ്യൂളിലും പ്രോഗ്രാം എഴുതിയപ്പോൾ നമ്മൾ യൂസ് ചെയ്തായിരുന്നു. SQRT, strlen, printf, scanf, gets എന്നീ പറയുന്ന ഈ കീവേഡ്സ് ഇതെല്ലാം ഫംഗ്ഷൻ എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ഫംഗ്ഷൻസിനെയാണ് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ആൾറെഡി സി പ്രോഗ്രാമിൽ ഉള്ള, അതായത് ബിൽഡ് ഇൻ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് ഈ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. സി പ്രോഗ്രാമിന്റെ ലൈബ്രറിയിൽ, അതിന്റെ ലാംഗ്വേജിന്റെ ലൈബ്രറിയിൽ തന്നെ ആൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് ഈ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞ ഈ SQRT എന്നും strlen എന്ന ഫംഗ്ഷനും printf, scanf എന്നീ പറയുന്ന ഫംഗ്ഷൻ എല്ലാം യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഹെഡർ ഫയൽസ് ഈ പ്രോഗ്രാമിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ SQRT എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ math.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ നമ്മൾ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യണം. അത് ആദ്യമേ മെൻഷൻ ചെയ്താലേ, ഹെഡർ ഫയൽ ആദ്യമേ മെൻഷൻ ചെയ്താലേ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അതുപോലെ തന്നെ strlen എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മുടെ അറയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സിന്റെ എണ്ണം, സ്ട്രിങ്ങിന്റെ ക്യാരക്ടേഴ്സിന്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് strlen. നമ്മൾ തേർഡ് മോഡ്യൂളിൽ പഠിച്ചു. ഈ ഫംഗ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ string.h എന്ന ഹെഡർ ഫയൽ നമ്മൾ പ്രോഗ്രാമിൽ മെൻഷൻ ചെയ്യണം. പിന്നെ printf, scanf, gets എന്നീ പറയുന്ന ഫംഗ്ഷൻസ് ഇതെല്ലാം നമ്മൾ ബേസിക്കലി എപ്പോഴും ആഡ് ചെയ്യുന്ന ഹെഡർ ഫയലായ stdio എന്ന് പറയുന്ന ഏറ്റവും ആദ്യം മെൻഷൻ ചെയ്യുന്ന, കമ്പൽസറി ആയിട്ട് മെൻഷൻ ചെയ്യുന്ന ഹെഡർ ഫയലായ stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയൽസിലാണ് ഈ ഫംഗ്ഷൻസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഉള്ളത്.
അപ്പോൾ ഈ ഫങ്ഷൻസ് എല്ലാം ആൾറെഡി സി ലാംഗ്വേജിൽ ഉള്ളതാണ്. ഹെഡർ ഫയൽസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ബിൽഡിംഗ് ഫങ്ഷൻസ് ആണ് ഈ പറയുന്ന ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനെയാണ് ഈ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കീവേഡ് മാത്രമേ യൂസ് ചെയ്യാൻ അറിയാവുകയുള്ളൂ. ഇപ്പൊ സപ്പോസ് ഇപ്പം ഈ സ്ക്വയർ റൂട്ട്, ഈ SQRT എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് കണ്ടെത്താനുള്ള ഒരു ഫംഗ്ഷൻ ആണ്. നമ്മൾ ഈ ഒരു കീവേഡ്, ഈ ഒരു ഫംഗ്ഷന്റെ പേര്, ആ ഒരു കീവേഡ് എഴുതി ബ്രാക്കറ്റിന്റെ അകത്ത് നമുക്കൊരു വേരിയബിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ, ഒരു നമ്പറോ നമുക്ക് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാം. അതിന്റെ സ്ക്വയർ റൂട്ട് എന്താണോ അതിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു കീവേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇതിന് ഈ ബ്രാക്കറ്റിന്റെ അകത്ത് മെൻഷൻ ചെയ്യുന്ന വേരിയബിളിന്റെയോ അല്ലെങ്കിൽ നമ്പറിന്റെയോ സ്ക്വയർ റൂട്ട് എന്താണോ അതാണ് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. ആ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ സ്ക്വയർ റൂട്ട്, അതിൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്ത വേരിയബിളിന്റെയോ അല്ലെങ്കിൽ നമ്പറിന്റെയോ സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ജസ്റ്റ് ഈ കീവേഡ് അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ നെയിം പ്രോഗ്രാമിൽ മെൻഷൻ ചെയ്തതേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ മെൻഷൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ സ്ക്വയർ റൂട്ട് ഈ ഒരു ഫംഗ്ഷൻ കണ്ടെത്തിയത് എന്ന് നമുക്കറിയത്തില്ല. ഇത് ആക്ച്വലി ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യണമെങ്കിൽ math.h എന്ന ഹെഡർ ഫയൽ നമ്മൾ ആദ്യമേ മെൻഷൻ ചെയ്യണം. ആ math.h എന്ന ഹെഡർ ഫയലിൽ ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുവെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് ഈ math.h എന്ന ഹെഡർ ഫയലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റത്തില്ല, നമ്മളല്ല math.h എന്ന ഹെഡർ ഫയൽ ഉണ്ടാക്കിയത്. അത് ആൾറെഡി സി പ്രോഗ്രാമിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ ആ ഹെഡർ ഫയലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ SQRT എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ എഴുതി ഈ ബ്രാക്കറ്റിന്റെ അകത്ത് ഒരു വേരിയബിളോ അല്ലെങ്കിൽ നമ്പറോ മെൻഷൻ ചെയ്യുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അത് നേരെ ഹെഡർ ഫയലിൽ ചെന്ന് ഈ SQRT എന്ന് പറയുന്ന ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് കാണും. സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു 3-4 ലൈൻസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് കാണും. അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ സ്ക്വയർ റൂട്ട് എന്താണെന്ന് കിട്ടുന്നത്. റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ റിസൾട്ടാണ് ഔട്ട്പുട്ട് ആയിട്ട് ഈ SQRT എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് അത് സെൻഡ് ചെയ്യുന്നത്. അത് ഹെഡർ ഫയലിൽ നിന്നാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഹെഡർ ഫയലിൽ ഇത് ഈ SQRT എന്ന് പറയുന്ന ഫംഗ്ഷന് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ strlen എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഈ strlen എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ്ങിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ പ്രോഗ്രാമിൽ ഈ ഒരു ഫംഗ്ഷൻ അങ്ങ് എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഫംഗ്ഷൻ മെൻഷൻ ചെയ്യുന്നു. ഈ ഫംഗ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ ഈ ഹെഡർ ഫയൽ string.h എന്ന ഹെഡർ ഫയൽ നമ്മൾ ആദ്യമേ മെൻഷൻ ചെയ്തിരിക്കണം. ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് നേരെ ഹെഡർ ഫയലിലോട്ട് പോകും. ഹെഡർ ഫയലിൽ strlen എന്ന് പറയുന്ന ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിരിക്കും. ആ സ്റ്റേറ്റ്മെന്റ്സ് അത് എക്സിക്യൂട്ട് ചെയ്താണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ആ ഔട്ട്പുട്ട് ഈ ഒരു ഫംഗ്ഷനിലോട്ട് സെൻഡ് ചെയ്യും. ആ ഔട്ട്പുട്ടാണ് നമുക്ക് അത് പ്രിന്റ് ഡിസ്പ്ലേ ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വേരിയബിളിലോട്ട് കോപ്പി ചെയ്യാനോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമുക്കത് ഡിസ്പ്ലേ ചെയ്തെടുക്കാൻ ഒക്കും. അതായത് ലെങ്ത് എത്രയാണെന്ന് നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ ഈ printf scanf, ഈ printf എന്ന വേർഡും scanf എന്ന വേർഡ് അല്ലെങ്കിൽ ആ ഒരു കീവേഡ് അല്ലെങ്കിൽ ഫംഗ്ഷൻ നെയിം, ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കേണ്ടത് എന്ന് നമ്മളല്ല ആക്ച്വലി തീരുമാനിക്കുന്നത്. ആ ഹെഡർ ഫയലിൽ stdio.h എന്ന ഹെഡർ ഫയലിൽ കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്താണ് നമുക്ക് ഔട്ട്പുട്ട് എന്താണ്, അതായത് എന്താ ടാസ്ക് ആണോ ചെയ്യേണ്ടത്. ഈ printf എന്ന് പറഞ്ഞാൽ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ഈ printf എന്നുള്ളത്. scanf എന്ന് പറയുന്നത് നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ ക്യാരക്ടറിനെ ക്യാപ്ചർ ചെയ്ത് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്ത് ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. അതിനുവേണ്ടിയാണ് scanf. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ അതിന്റെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് ഹെഡർ ഫയലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് അറിയത്തില്ല, അത് ഹെഡർ ഫയലിൽ ആൾറെഡി ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ സി പ്രോഗ്രാമിൽ അവൈലബിൾ ആയിട്ടുള്ള ആൾറെഡി ബിൽഡ് ഇൻ ആയിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫംഗ്ഷൻസിന്റെ ഒന്നും ഇതല്ലെങ്കിൽ ഇനിയും വേറെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. അതിന്റെ ഒന്നും മീനിങ്ങോ അതിന്റെ ടാസ്കോ മാറ്റാനായിട്ടോ ചേഞ്ച് ചെയ്യാനോ നമുക്ക് യൂസറായ നമുക്ക് സാധിക്കത്തില്ല. കാരണം അതെല്ലാം ബിൽഡ് ഇൻ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലൈബ്രറി ഫംഗ്ഷൻസ് ആണ്. ഇതിന്റെ ഒന്നും ടാസ്കും അതിന്റെ പ്രോസസ്സും അതിന്റെ ഔട്ട്പുട്ടും ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതിന്റെ ഹെഡർ ഫയലിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പൊ അങ്ങനത്തെ ഫംഗ്ഷൻസിനെ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് എന്ന് പറയും. അതല്ലാത്ത ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന ഫംഗ്ഷൻസ്, നമ്മൾ പ്രോഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെന്നും അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കണമെന്നും എന്ത് ടാസ്കിന് വേണ്ടിയാണ് അത് ചെയ്യേണ്ടതെന്നും ഒക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ്. യൂസറാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്, അത് ക്രിയേറ്റ് ചെയ്യുന്നത്, എഴുതി ഉണ്ടാക്കുന്നത്.
അപ്പൊ അങ്ങനത്തെ ഫംഗ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ മോഡ്യൂളിൽ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെ പറ്റിയാണ്. സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസിനെ പറ്റി നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൾറെഡി നമ്മൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞു. പല ടോപ്പിക്കിലും പല പ്രോഗ്രാമും എഴുതിയപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ഒരുപാട് പഠിച്ചു. അപ്പൊ അങ്ങനത്തെ ഫംഗ്ഷൻസ്, ഈ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസിനെ പറ്റി ഇനി നമ്മൾ അധികം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ ഇനി കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്നെ എഴുതി ഉണ്ടാക്കുന്ന ഫംഗ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഈ സി പ്രോഗ്രാം നേറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇവിടെ ഈ മെയിൻ എന്ന് പറയുന്ന യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണെങ്കിലും അത് നേറ്റീവായിട്ട് ഈ മെയിൻ എന്ന് പറയുന്ന കീവേഡ് നേറ്റീവായിട്ട് സി ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രോഗ്രാമിൽ നിർബന്ധമായും മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. അതും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ തന്നെയാണ്. പക്ഷേ നേറ്റീവായിട്ട് സി പ്രോഗ്രാമിംഗ് സി ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ് മെയിൻ. ഇതല്ലാതെ ഈ മെയിൻ എന്നല്ലാതെ വേറെ കീവേഡ്സ് ഉപയോഗിച്ച്, അതായത് വേറെ നമുക്ക് തന്നെ വേരിയബിൾസിന്റെ അല്ലെങ്കിൽ അറേയുടെയും പേര് ഡിസൈഡ് ചെയ്യും പോലെ വേറെ പേരിൽ നമുക്ക് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒക്കും. അപ്പൊ അങ്ങനെ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യുന്ന, ഈ മെയിൻ അല്ലാതെ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ ഈ മോഡ്യൂളിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻ ഫംഗ്ഷനും അതിൻ്റെ അകത്ത് വരുന്നത് തന്നെയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ പിന്നെ നമുക്ക് എക്സ്ട്രാ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനത്തെ ഫംഗ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയും. ആ ടോപ്പിക്കാണ് നമ്മൾ ഈ മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു സാമ്പിൾ പ്രോഗ്രാമാണ്. നമ്മൾ സി പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്ത പ്രോഗ്രാമാണിത്. അപ്പോൾ രണ്ട് ഇൻറ്റീജർ നമ്പേഴ്സിന്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. നമ്മൾ ഇത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മൾ ആദ്യം ഇൻറ്റ് മെയിൻ എന്ന സംഭവത്തിനെ പറ്റി പറഞ്ഞായിരുന്നു. ഈ ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞാൽ ചില ടെക്സ്റ്റ് ബുക്കിൽ ഇൻറ്റ് മെയിൻ എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്, ചില ടെക്സ്റ്റ് ബുക്കിൽ വോയിഡ് മെയിൻ എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. വേറെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ഇൻറ്റും കാണത്തില്ല, വോയിഡും കാണത്തില്ല, ജസ്റ്റ് മെയിൻ എന്ന് മാത്രമേ കാണത്തുള്ളൂ, മെയിനും ബ്രാക്കറ്റ്. അപ്പൊ അത് ഓരോ ടെക്സ്റ്റ് ബുക്കിലും ഓരോന്നും ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ പറഞ്ഞു നമുക്ക് ഈ ഇൻറ്റ് മെയിൻ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ എഴുതിയ എല്ലാ പ്രോഗ്രാമും ഇൻറ്റ് മെയിൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഇൻറ്റ് എന്ന് പറയുന്ന ഇൻറ്റീജറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇൻറ്റ്. അത് എന്ത് റിട്ടേൺ വാല്യൂ എന്നാണോ, റിട്ടേൺ വാല്യൂവിന്റെ ഡാറ്റ ടൈപ്പ് എന്താണോ അതാണ് ഈ ഒരു ഇൻറ്റ് കൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഇൻറ്റ് മെയിൻ എന്ന് നമ്മൾ ഇവിടെ എഴുതുകയാണെങ്കിൽ റിട്ടേൺ 0 എന്ന് കൂടെ എഴുതണം എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞത്. ഇവിടെ ഇൻറ്റ് മെയിൻ അല്ലാതെ വോയിഡ് മെയിൻ എന്നാണ് നമ്മൾ ഇവിടെ എഴുതുന്നതെങ്കിൽ റിട്ടേൺ 0 എന്ന സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ല. വെറും മെയിൻ എന്നാണ് എഴുതുന്നതെങ്കിൽ റിട്ടേൺ 0 എന്ന സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ല. അതേസമയം ഇൻറ്റ് മെയിൻ എന്നാണ് എഴുതുന്നതെങ്കിൽ ഈ കേളി ബ്രാക്കറ്റിന്റെ അകത്തുള്ള ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റിട്ടേൺ 0 ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ ഈ കമ്പൈലറിൽ ഈ റിട്ടേൺ 0 എന്ന സ്റ്റേറ്റ്മെന്റ് ഇല്ല എങ്കിലും പ്രോഗ്രാം എക്സിക്യൂട്ട് ആയിക്കോളും. ഇൻറ്റ് മെയിൻ തന്നെയാണെങ്കിലും പ്രോഗ്രാം എക്സിക്യൂട്ട് ആയിക്കോളും. അത് കമ്പൈലറിന്റെ രീതിയാണ്. പക്ഷേ നമ്മൾ ഈ പ്രോഗ്രാമിംഗ് എഴുതുമ്പോൾ, ഈ എക്സാമിനൊക്കെ പ്രോഗ്രാമിംഗ് എഴുതുമ്പോൾ ഇൻറ്റ് മെയിൻ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായും റിട്ടേൺ 0 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻറ്റ് എന്ന് പറയുന്നത് റിട്ടേൺ ഡാറ്റ ടൈപ്പ് ആണ്. ഈ ഇൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് വാല്യൂ ആണോ റിട്ടേൺ ചെയ്യുന്നത് അതിന്റെ ഡാറ്റ ടൈപ്പ് ആണ് ഇൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവത്തില്ല, നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇവിടെ ഇൻറ്റ് എന്ന് പറയുന്ന ഇൻറ്റീജർ റെപ്രസെന്റ് ചെയ്യാനാണ് ഇൻറ്റ്. അങ്ങനെ ഇൻറ്റ് മെയിൻ എന്ന സംഭവം നമ്മൾ ഫസ്റ്റ് ഏറ്റവും ആദ്യം ഈ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് നമ്മൾ കണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. ഇൻറ്റ് മെയിൻ എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റിട്ടേൺ 0 എന്ന സംഭവം ഉണ്ടായിരിക്കണമെന്ന്. അപ്പം ഇതാണ് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്തുള്ള ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നമ്മളാണ് എഴുതി ഉണ്ടാക്കിയത്. ഇത് സി ലാംഗ്വേജിൽ ആൾറെഡി ഉള്ള ഹെഡർ ഫയലിലുള്ള സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സോ ഒന്നും അല്ല. അത് പറഞ്ഞുള്ള സിന്റാക്സ് അനുസരിച്ച് നമ്മൾ തന്നെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എഴുതി ഉണ്ടാക്കിയ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ മെയിൻ ഈ പ്രോഗ്രാമിൽ, ഈ നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ടാസ്ക് എന്ന് പറയുന്നത് രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ്. അപ്പൊ ആ പർട്ടിക്കുലർ ടാസ്ക് രണ്ട് ഇൻറ്റീജർ നമ്പേഴ്സിന്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന ടാസ്കിന് വേണ്ടിയാണ് ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എഴുതി ഉണ്ടാക്കിയത്. ഇത് നമ്മളാണ് എഴുതി ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് അതിന് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയും. ഈ മെയിൻ എന്ന് പറയുന്നത് നേറ്റീവായിട്ട് സി ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. നിർബന്ധമായും മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഈ എല്ലാ സി പ്രോഗ്രാമിലും ഉണ്ടായിരിക്കണം എന്നാണ് റൂൾ. പക്ഷേ അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമ്മളാണ് എഴുതി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയും. അപ്പം ഇതാണ് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നതിന്റെ പ്രൈമറി ആയിട്ടുള്ള ബേസ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നാൾ എഴുതിയതും ഇത് തന്നെയാണ്.
അപ്പൊ ഇതാണ് ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതല്ലാതെ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലാതെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഇനി ഓരോ ഫംഗ്ഷൻസ് എഴുതി ഉണ്ടാകും. അപ്പൊ ആ ഫംഗ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ കൂടുതലും അടുത്ത വീഡിയോ മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ബേസിക്കലി രണ്ടെണ്ണം ഉണ്ട്, സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും. സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ എഴുതിയിരിക്കും പോലെ തന്നെ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് ആർ ബിൽഡ് ഇൻ ഫംഗ്ഷൻസ് ഇൻ സി പ്രോഗ്രാമിംഗ്. സി പ്രോഗ്രാമിൽ ബിൽഡ് ഇൻ ആയിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദീസ് ഫംഗ്ഷൻസ് ആർ ഡിഫൈൻഡ് ഇൻ ഹെഡർ ഫയൽസ്. ഹെഡർ ഫയൽസിൽ അതിനെപ്പറ്റി ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നത് ഹെഡർ ഫയൽസിൽ മെൻഷൻ ചെയ്തിരിക്കും. അതിൽ നിന്നാണ് റിസൾട്ട് എടുക്കുന്നതും ആ റിസൾട്ടിനെയാണ് ഈ ഫംഗ്ഷനിലോട്ട് കൊടുക്കുന്നത്. അതേസമയം യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ യൂസേഴ്സ് ക്യാൻ ആൾസോ ക്രിയേറ്റ് ഫംഗ്ഷൻസ് ആസ് പെർ ദെയർ ഓൺ നീഡ്സ്. സച്ച് ഫംഗ്ഷൻസ് ആർ ക്രിയേറ്റഡ് ബൈ യൂസേഴ്സ് ആർ നോൺ ആസ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. യൂസേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന, യൂസേഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാമേഴ്സ്, ഇവിടെ യൂസേഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രോഗ്രാമേഴ്സ് ആണ്. പ്രോഗ്രാമേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ യൂസർ ആണ് അതിൻ്റെ അകത്തുള്ള ഈ ഫംഗ്ഷൻസിന്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഡിഫൈൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ്സ് എഴുതുക, സ്റ്റേറ്റ്മെന്റ്സ് കോഡ് ചെയ്തുണ്ടാക്കുക, അതാണ് ഡിഫൈൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഫംഗ്ഷൻസിനെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ മോഡ്യൂളിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെ പറ്റിയായിരിക്കും. അപ്പൊ അതിനെപ്പറ്റി അടുത്ത വീഡിയോ നമുക്ക് ബാക്കിയുള്ളത് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.